الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലുത് മുസ്ലിം ആവലും മുവഹിദായി ജീവിക്കാൻ സാധിക്കലുമാണ്. സംശയമില്ല. അതാണ് അസ്ലുൽ ഉസൂൽ. ഒരാൾക്ക് തൗഹീദ് നഷ്ടപ്പെട്ടു, അയാളുടെ ജീവിതം നഷ്ടപ്പെട്ടു. ദുനിയാവിൽ ഏതൊക്കെ തരത്തിലുള്ള സുഖവിഭവങ്ങൾ അയാൾക്ക് കിട്ടിയാലും അയാളുടെ ജീവിതം നശിച്ചു. കാരണം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ശക്തമായ താക്കീതോടുകൂടി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ഒരിക്കലും അല്ലാഹു പൊറുക്കൂല. അതുകൊണ്ട് ആ തൗഹീദ് നഷ്ടപ്പെട്ടു പോവാതെ സംരക്ഷിക്കുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതായത് നമ്മളുടെ ദുനിയാവിൽ നൽകപ്പെട്ട ആരോഗ്യം, നമ്മളുടെ സ്വത്ത്, നമ്മളുടെ അഭിമാനം, ഇർദ്, മാല്, ദമ്, ഇത് എത്രത്തോളം സുരക്ഷാ കവചം കെട്ടി നമ്മൾ സംരക്ഷിക്കുമോ, എന്തെങ്കിലും ഒരു പോറൽ വരുമ്പം, ചെറിയൊരു ഡാമേജ് സംഭവിക്കുമ്പം നമ്മൾ എത്രത്തോളം ബേജാറാവുന്നു, വേദനിക്കുന്നു, പ്രയാസപ്പെടുന്നു, നെട്ടോട്ടമോടുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം അപ്പുറത്ത് വേണം തൗഹീദ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടാവാൻ. പക്ഷെ മുവഹിദ് എന്ന് പറയുന്നവർക്ക് പോലും ആ പേടി ഇല്ല എന്നുള്ളതാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ആരാണ് ഈ ദുആ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൗഹീദ് നഷ്ടപ്പെട്ടു പോകും എന്ന് ഒരു സംശയം ഇല്ലാതില്ല എന്ന് പറയുന്നവന്റെ ഹുക്ം എന്തായിരിക്കും? അയാൾ മുർത്തദായി പോവില്ലേ? മാസൂമാണ്, എല്ലാ തരത്തിലും സംരക്ഷണം കിട്ടിയ ആളാണ്. എന്നിട്ടും ദുആ എന്താ? അല്ലാഹുവേ, അറിയാണ്ടെങ്ങാനും ശിർക്ക് വന്നു പോകുന്നതിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. അറിഞ്ഞ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്തേറണേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ, ഇമാമുൽ മുവഹിദീന്റെ ദുആയാണ്. റബ്ബി ജിനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാമ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല ഇത് പറയുമ്പോൾ കരയുവൻ. ആരാണ് ഈ ദുആ ചെയ്യുന്നത്? എവിടെന്നാണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? അദ്ദേഹം പറയും, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഇമാമുൽ മുവഹിദീൻ ഖലീലുർ റഹ്മാൻ ഒരു ഉറപ്പില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ഉറപ്പിലാണ് നിൽക്കുക? അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്നും നീ അകറ്റണേന്നാ പറഞ്ഞത്. അതിൽ പെടുത്തുന്നത് ഈ ജുനുബിനി, ജംബിലേക്ക് മാറ്റുക. അത്ര പേടിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നമ്മുടെ കൈമൽ ഈ വിലപ്പെട്ട കിതാബുകൾ തന്നത്. ഇത് മുവഹിദുകൾ അറിയാതെ പോയ കഴിഞ്ഞ വർഷങ്ങള് നഷ്ടമായ വർഷങ്ങളാണ്. സത്യം പറഞ്ഞ അതൊന്നും അറിയാത്തത് കൊണ്ടാണ് വിള്ളലുകൾ വന്നത്, പോറലുകൾ സംഭവിച്ചത്, തൗഹീദില് ഡാമേജുകൾ സംഭവിച്ചത്. ആദ്യകാലത്ത് ഈ കിതാബുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടോ അല്ലാഹു അഅലം. അതൊരു തീരാ നഷ്ടം തന്നെയായിരുന്നു. അങ്ങനെ തൗഹീദിനെ സംരക്ഷിക്കാൻ, അപകടത്തിൽപ്പെട്ട് പോവാതിരിക്കാനായി നൽകപ്പെട്ട കിതാബുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന നവാഖിദുൽ ഇസ്ലാം. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന പ്രധാനപ്പെട്ട 10 കാര്യം. അതിൽ 7ാമത്തെ സിഹറും നമ്മൾ പറഞ്ഞു. സിഹറിന്റെ അവസാന ഭാഗത്ത് ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹു തആല പറഞ്ഞു, വമിൻഹു അസ്സർഫു വൽ അത്ഫു. ആ സിഹറിൽ പെട്ടതാണ് സർഫും അത്ഫും. എന്താണ് സിഹർ? അതെങ്ങനെയാ വരിക? അതിന്റെ ഹുക്ം എന്താണ്? മസല എന്താണെന്നെല്ലാം പറഞ്ഞു നമ്മൾ.
എന്താണ് ഈ സർഫ് എന്ന് പറഞ്ഞാൽ? സർഫുർ റജുലി അമ്മാ യഹ്വാഹു കസർഫിഹി മസലൻ അൻ മഹബ്ബത്തി സൗജിഹി ഇലാ ബുഗ്ദിഹാ. ഒരാളെ അയാളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ആഗ്രഹിക്കാത്തതിലേക്ക് തിരിച്ചു കളയുന്ന ഒരു തരം മാരണം. അതെങ്ങനെയെന്ന് ചോദിക്കണ്ട. കാരണം എന്താ? നമ്മൾ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല, ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നില്ല. അത് ചെയ്യുന്നവന്റെ ഹുക്കുമാണെങ്കിൽ നമ്മൾ പറയും ചെയ്തു. പക്ഷെ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. സുലൈമാൻ എന്ന് പറയപ്പെട്ട അതിൽ ഇതുമുണ്ട്. സർഫ് തിരിക്കുക. ഇതുപോലെ ഉദാഹരണത്തിന് ഒരു ഭർത്താവിനെ തന്റെ ഭാര്യയോടുള്ള മുഹബ്ബത്തിൽ നിന്ന് ബുഗ്ദിലേക്ക് തിരിക്കുന്നത് പോലെ. സ്നേഹമായിരുന്നു, കുറച്ചു കാലമായിട്ട് മാപ്പിളക്ക് ദേഷ്യത്തോട് ദേഷ്യം. കാരണം ചോദിച്ചാൽ എന്താ കാര്യം എന്നറിയില്ല. അത് ചിലപ്പോൾ ഇവന്റെ പണിയാവാം. അതാണ് സർഫ്. വഖീല, ഇപ്രകാരം അതിന് അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ബൈനൽ മുത്തഹബ്ബീൻ, പരസ്പരം നല്ല സ്നേഹിതന്മാരായി കഴിയുന്നവർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന ഒരു തരം പരിപാടി. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹാസിദിന്റെ ഷർറിൽ നിന്ന് നബിയെ നിങ്ങൾ കാവൽ തേടിക്കൊള്ളണം. അപ്പൊ എന്തായിരിക്കും ഹാസിദിന്റെ ഷർറ്? ഇതായിരിക്കും. രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധം, അവർക്കിടയിലുള്ള സ്നേഹം, അവരുടെ ഐക്യം, ഇണക്കം, അതിൽ ഒരാൾക്ക് അസൂയ വന്നാൽ അച്ചങ്ങായി ചിലപ്പോൾ ഇത് പ്രയോഗിച്ചേക്കാം. അപ്പൊ ഇതിനെന്ത് വേണം? ഇതോതണം. ഈ മുഅവ്വിദത്തൈനി ഓതണം. ഓതാൻ പറഞ്ഞ സമയത്ത് ഓതണം. അതന്നെ വേറെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സഹാബിയോട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ നിനക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രധാനപ്പെട്ട ഒരു റുഖിയ പഠിപ്പിച്ചു തരാം. ഇറങ്ങുന്ന സമയം സഹാബി റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു, ഏറ്റവും നല്ല റുഖിയ മുഅവ്വിദതാനിയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതിനെ ശ്രദ്ധിച്ചോളാം. നമ്മളെ വർത്താനം, ഞാൻ മറ്റതാണ് മറിച്ചതാണ്, എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു, മറ്റേ ഉപ്പാപ്പാക്ക് ഇങ്ങനെ ഒന്നുണ്ടായിരുന്നു, ഇപ്പൊ എന്റെ വല്യമ്മക്ക് ഇങ്ങനത്തെ ഒന്നുണ്ട്. വെറുതെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട? ആളുകളുടെ മനസ്സിൽ അനാവശ്യ തോന്നലുകൾ ഉണ്ടാക്കിയാൽ സ്റ്റാറ്റസ് ഇടുക, അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളെ മക്കള്, പേരക്കുട്ടികള്, ചിലപ്പോ നല്ല സൗന്ദര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ സ്റ്റാറ്റസ് ഇടാം. ആരെങ്കിലും നോക്കിയിട്ട് എന്റെ ഒരു ഭാഗ്യം നോക്കിയ. ഇത് അപകടമാണ്. അൽഐനു ഹഖ്ഖുൻ, അൽഐനു ഹഖ്ഖുൻ. കണ്ണേറ് സത്യമാണ്, നിഷേധിക്കാൻ നിൽക്കണ്ട. കണ്ണേറ് സത്യമാണ്. ആ കണ്ണേറിലൂടെ എങ്ങനെയാ അത് സംഭവിക്കുന്നത്? അല്ലാഹു അലം, അല്ലാഹു അലം. സമിഅനാ വഅതഅന. കാരണം എന്താ അറിയോ? നമ്മൾ മനുഷ്യന്മാരെല്ലാം അറിഞ്ഞ ആൾക്കാരല്ല. നമുക്ക് എല്ലാ അറിവും നൽകപ്പെട്ടിട്ടുമില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലൻ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ക്ലാസ് എടുത്തു. അപ്പൊ ക്ലാസ് എടുത്തപ്പോ ബനൂ ഇസ്രായേലിന്റെ കണ്ണുകൾ നിറഞ്ഞ് മനസ്സൊക്കെ ആകെ പിടച്ച് വല്ലാത്തൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, യാ മൂസ. അവരെങ്ങനെയാ വിളിക്കുക? നമുക്ക് മാത്രമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിളിക്കാനുള്ള അനുവാദമില്ല. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് വിളിക്കാൻ പാടുള്ളൂ. യാ മൂസ, നിങ്ങളെക്കാളും വലിയൊരു ആരും ഇന്ന് ഭൂലോകത്തിൽ ഉണ്ടാവുമോ? ഒറ്റടിക്ക് മറുപടി പറഞ്ഞില്ല. ഇല്ല, എന്നെക്കാളും വലിയ ആലിമ്. അദ്ദേഹം പറഞ്ഞ സത്യമാണ്. കാരണം തൗറാത്ത് ഇറങ്ങുന്ന വഹി കിട്ടുന്ന അദ്ദേഹത്തെക്കാളും അന്ന് നിലവിൽ ഇൽമുള്ള വേറെ ആരുമില്ല. അള്ളാഹു പറഞ്ഞു, അല്ല മൂസ, വേറെ ആളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരാളെ കൂട്ടിയിട്ട് ഒരു മീനിനെ എടുത്തിട്ട് നടന്നോ, എവിടെയാണോ മജ്മഉൽ ബഹ്റൈൻ എത്തുക അവിടെ ഒരാളുണ്ടാവും. അയാൾ നിന്നേക്കാളും വലിയ ഇൽമുള്ള ആളാണ്. മുസ്ലിം നടന്നു. ഇൽമിന് വേണ്ടി നടക്കണം. ഇൽമി ഇങ്ങോട്ട് വരൂല. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിച്ചോണേ, ഫ്ളാറ്റുകളിലേക്ക്, വീടുകളിലേക്ക് മൗലമാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പഠിപ്പിക്കുന്ന പഠിപ്പല്ല. അതിനൊരു 100 ഉണ്ടാവൂല. അങ്ങനെ പഠിച്ച കുട്ടികൾക്ക് ഒരദബും ഉണ്ടാവൂല. അതൊക്കെ അവര് പിറ്റം തന്നെ മറന്നിട്ടുണ്ടാവും. അൽ ഇൽമു യുഅത ലാ യഅതി. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ആരോടെന്നറിയോ? ഖലീഫ ഹാറൂൻ റഷീദ് ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ വീട്ടിലേക്ക് ആളെ വിട്ടിട്ട് പറഞ്ഞു, കൊട്ടാരത്തിലേക്ക് വരാൻ ഖലീഫ കൽപ്പിച്ചിട്ടുണ്ട് അമീനും മഅ്മൂനും മുവത്ത പഠിപ്പിക്കാൻ.
ഹദീസ് കിതാബ് പഠിപ്പിക്കാൻ. മാലിക് റഹ്മത്ത് പറഞ്ഞു, രാജാവിന്റെ മക്കൾക്ക് ഹദീസ് പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് എന്റെ പുരക്കേക്ക് വരാൻ പറ. കാരണം ഇൽമ ഇങ്ങോട്ട് വരൂല, അങ്ങോട്ട് പോയിട്ട് കിട്ടേണ്ട സ്ഥലം. രണ്ടാളെയും മാലിക്കിന്റെ അടുത്തേക്ക് വിട്ടു ഖലീഫ ഹാറൂൺ റഷീദ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നടന്നുപോയി. ഇടക്കൈനടക്ക് ഉറങ്ങി. ആ ഉറങ്ങിയ സമയത്ത് ആ മീൻ കടലിലേക്ക് ജീവനോടെ ഇറങ്ങിപ്പോയി. അത് ഈ ഹാദ്യമായ യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാം മറന്നുപോയി. 2 പകലും 2 രാത്രിയും നടന്നു. 2 പകലും 2 രാത്രിയും നടന്നതിന് ശേഷമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ. ഖാദിമിനോട്, ആ മീനെവിടെ, ഭക്ഷണം എവിടെ? വല്ലാത്ത ക്ഷീണം, വല്ലാത്ത വിശപ്പ്. അപ്പോഴാ പറയുന്നു, ഓഹോ, അത് കടലിലേക്ക് പോയല്ലോ. വമാ അൻസാനിഹു ഇല്ല ശൈത്താനു അൻ അദ്കുറ ഫത്തഖദ സബീലഹു ഫിൽ ബഹ്രി അജബൻ. ആ വഴിക്ക് അവർ തിരിച്ചു നടന്നു. എത്ര ദിവസം നടന്നു? 2 പകലും 2 രാത്രിയും അള്ളാഹു നടത്തിച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പോണ്ടടാ ഒരാളങ്ങനെ ഇരിക്കുന്നത്, ഖിദർ അലൈഹിസ്സലാം. ഖിദർ നബിയാണോ വലിയാണോ റജുലുൻ സാലിഹാണോ? ആരാണ്? നബിയാണ്. ഖിദർ അലൈഹിസ്സലാം നബിയാണ്. ജീവനോടെ ഉണ്ടോ? അല്ല, മരിച്ചു. പക്ഷെ ഇന്നു ഖുറാഫികൾ എന്ത് പറയും? ഭൂമി ഏൽപ്പിച്ചിരിക്കുന്ന ഖിദർ നബിനെ, കടൽ ഏൽപ്പിച്ചിരിക്കുന്ന ഇല്ലാസ് നബിനെ, ആകാശം ഏൽപ്പിച്ചിരിക്കുന്നത് ഈസാ നബിനെ. ഇതാ ഖുറാഫികളുടെ വാദം. അത് സുന്നയുടെ വാദം അതല്ല. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം കാന നബിയ്യൻ, നബിയായിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാല്, അല്ലെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇത്തിബാ ചെയ്യൽ നിർബന്ധമാകും. ഇത്തിബാ ചെയ്തിട്ടില്ല, അത് വേറെ തന്നെ ഒരു നബിയാണ്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് റസൂലുള്ളാഹിനെ ബൈഅത്ത് ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്യല് നിർബന്ധമാണ്. കാരണം അത് നബിയാണെങ്കിലും റസൂലാണെങ്കിലും. കാരണം ലൗ കാന മൂസ ഹയ്യൻ മാ വസഅഹു ഇല്ല ഇത്തിബാഇ. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി മൂസ ജീവനോടെ വന്നെന്ന് വെച്ചോ, എന്നെ വന്ന് ഇത്തിബാ ചെയ്യലല്ലാതെ വേറെ വഴിയൊന്നും മൂസാന്റെ മുമ്പിലില്ല. എങ്കിൽ ഖിദർ അലൈഹിസ്സലാം ജീവനോടെ ഉണ്ടെങ്കിൽ മദീനത്ത് വരും, ബൈഅത്ത് ചെയ്യും, സഹാബിയായി ജീവിക്കും. പക്ഷെ ആ സംഭവം ഉണ്ടായിട്ടില്ല. അദ്ദേഹം വഫാത്തായി പോയി. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ പറയാറുണ്ട്, ഒരു അപരിചിതനായ ആരെങ്കിലും പെട്ടെന്ന് വന്ന് നമ്മളെ കൈപിടിച്ച് മുസാഫഹ ചെയ്താൽ ഇവിടുത്തെ കൊട്ടുണ്ടോന്നൊന്ന് തപ്പി നോക്കണോ. നിങ്ങൾ കോഴിക്കോടുണ്ടോന്ന് അറിയില്ല, കാസർഗോഡ് ഭാഗത്തൊക്കെ പണ്ട് പറയും. ഇതില്ലെങ്കിൽ ഉപരി ഖിദറായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാൾക്ക് ഖിദറിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്നാണ് ഖുറാഫികൾ പ്രചരിപ്പിച്ച പണ്ടത്തെ കഥ. അദ്ദേഹം വഫാത്തായി പോയി, നബിയായിരുന്നു. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടു. അങ്ങനെ ഷർത്തുകളൊക്കെ വെച്ചിട്ട്, കഥ പറഞ്ഞ സമയം ഷർത്തുകളൊക്കെ വെച്ചിട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കപ്പലിൽ കയറി. ഫ്രീ ആയിട്ടാണ് കേട്ടോ, ഫ്രീ ആയിട്ടാണ് കയറി. കാരണം മൗലമാർക്ക് അധികവും എന്തായിരിക്കും? മൗലമാർക്ക് അധിക സാധനങ്ങൾ എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. എന്താ ഇതിന്റെ കാരണം? ആൾക്കാരൊരു സ്നേഹം അത്ര തന്നെ, വേറെ കാരണം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് താരീഖ് എഴുതിയതാണ്. പിന്നെ ഇബ്നു കസീർ തഫ്സീർ നോക്കിയാൽ മതി. ഇവർ രണ്ടുപേരും നടന്നു, കടൽക്കരയിലൂടെ നടക്കുകയാണ്. കപ്പലിൽ കയറി യാത്ര ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ കപ്പലിൽ കയറ്റാൻ വേണ്ടി കപ്പലിലെ ആൾക്കാരോട് ചോദിച്ചപ്പോ അവർക്ക് ഖിദറിനെ മനസ്സിലായി. ഓഹോ, റജുലുൻ സാലിഹ്, നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് ഫ്രീ ആയിട്ട് രണ്ടാളെ എന്ത് ചെയ്തി? കപ്പലിൽ കയറ്റി. ഉസ്താദ്മാര് പറയും, പണ്ട് പഠിക്കുന്ന കാലത്ത് നമ്മുടെ ദാൽ ഷരീഫ് ഉണ്ടല്ലോ. ഏതാണ് ദാൽ ഷരീഫ്? ദാൽ ഷരീഫിനെ മലയാളികൾക്ക് പരിചയമില്ല. ദാൽ ഷരീഫ് എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യക്കാർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. പരിപ്പ്. ഹോസ്റ്റലിൽ എപ്പോഴും എന്തായിരിക്കും കറി? പരിപ്പന്നെ. അത് ഈടുന്ന് ഒഴിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ അടക്കി പിടിച്ചില്ലെങ്കിൽ കറിയൊക്കെ പോകും. അതാണ് അന്നത്തെ പരിപ്പിന്റെ കറി. അതാണ് 8 കൊല്ലം ഇൽമു പഠിക്കുന്ന ആൾക്കാർ മദ്രസയിൽ കൂട്ടുക. അങ്ങനെ 8 കൊല്ലം പരിപ്പെല്ലാം കുടിച്ച് ക്ഷമിച്ചും സഹിച്ചും പഠിച്ച് പുറത്തു വന്നാൽ പിന്നെയും പരിപ്പ് കൊടുക്കുക. അതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ല, അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ തരും, മൂലമാർ ഇഷ്ടം പോലെ തിന്നും ചെയ്യും. അത് വേറെ വിഷയം. രണ്ടാൾ കപ്പലിൽ കയറി, യാത്ര തുടർന്നു. ഒരു കുരുവി വന്ന് കപ്പലിന്റെ ഓരത്തിരുന്ന് കടലില് കൊത്തി. അതിന്റെ മിൻകാറിൽ, അതിന്റെ കൊക്കിൽ ഒരു തുള്ളി വെള്ളം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മൂസ, അള്ളാഹു എനിക്കും നിനക്കും തന്ന ഇൽമ്, അള്ളാന്റെ ഇൽമ് വെച്ച് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മള് ആരാണ് ഞാൻ? ഇവനാണ് ഞാൻ.
ആവൂല. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അറിവിന്റെ പരിധിയിൽ നിൽക്കുക. അറിയാത്ത കാര്യത്തിലേക്ക് എടുത്തു ചാടിയാൽ നഷ്ടമാവുന്ന ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെയായിരിക്കാം. അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്, നിങ്ങൾ ഒന്നും അറിയാത്തവരാണ്. അവിടെ നിങ്ങളെ അറിയിക്കാനായി അള്ളാഹ് അയച്ച ആളുകൾ അറിയിച്ച് തന്നത് അംഗീകരിച്ചോളാം. ബിദ്ദലീൽ, തെളിവ് സഹിതം. വെറുതെ കണ്ടും കേട്ട് അംഗീകരിക്കണ്ട, ബിദ്ദലീൽ. അപ്പൊ അങ്ങനെ പരസ്പരം ഇഷ്ടമുള്ള ആളുകൾക്കിടയിൽ ഹസദ് ആർക്കെങ്കിലും ഉണ്ടായാൽ അവർ ചെയ്യുന്ന പരിപാടിയാണ് അസ്സർഫു, ആ സ്നേഹിതന്മാരെ അകറ്റുക. അള്ളാഹു പറഞ്ഞ ആ ഒരു തരം സിഹർ, അത് സിഹറിന്റെ ഒരു ഭാഗമാണ്, മൊത്തത്തിൽ പറഞ്ഞല്ല, അത് അതിന്റെ ഒരു ഭാഗത്തെപ്പെട്ടതാണ് അകറ്റുന്ന പരിപാടി. ഇനിയിപ്പോ ആരെങ്കിലും അകന്നാൽ, ഇനി പറയാനുള്ള പേടി എന്താ അറിയോ, ഇനിയിപ്പോ നിങ്ങൾ ആരെങ്കിലും അകന്ന് വെക്കുക, എന്താ ഫസ്റ്റ് മനസ്സിൽ വരിക, മിക്കവാറും മറ്റേ ചെങ്ങായി എന്തോ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ തന്നെ ഓൻ എന്നോട് ചെയ്തിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ പറ്റി നല്ലത് മാത്രം വിചാരിക്കുക, കഷ്ടങ്ങൾ വരാതിരിക്കാൻ നേരത്തെ ചെയ്യാൻ പറഞ്ഞെന്നത് കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ ഭാര്യാഭർത്താക്കന്മാരാണെങ്കിലും അല്ലാത്ത സ്നേഹിതന്മാരാണെങ്കിലും അവർക്കിടയിൽ ഒരാൾ മറ്റേയാളോട് പിണങ്ങിയിട്ട് പിരിഞ്ഞിട്ട് പോകുന്ന അവസ്ഥ, അതുണ്ടാക്കുന്നതിന്റെ പേരാണ് സർഫ് എന്ന് പറഞ്ഞത്. അല്ല ആതുഫു, സിഹിറിൽപ്പെട്ട തന്നെയാണ് ആതിഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഒരു ഇൽമ്, പഠിക്കൽ ഹറാമായ കുഫറായ ഒരു ഇൽമ്. അതെന്താ? ആതിഫുർ റജുലി അമ്മാ ലാ യഹ്വാഹു ഇലാ മഹബ്ബതിഹി വതഅല്ലുഖു ബിഹി. ഒരാളെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത, അയാൾ സ്നേഹിക്കാത്ത ഒരാളെ സ്നേഹിപ്പിക്കുക, അയാൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, ആതിഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേർക്കുക, അടുപ്പിക്കുന്ന പരിപാടി. ഈഖാഉൽ മഹബ്ബ ബൈനൽ മുതബാഇദൈൻ, വളരെ ദൂരത്ത് കഴിയുന്ന രണ്ടാളുകൾ അവർക്കിടയിൽ എന്ത് ചെയ്യുക, ഒരു പ്രത്യേകതരം ഇഷ്ടമുണ്ടാക്കുക. തങ്ങന്മാരൊക്കെ ഈ പേപ്പറിലും അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെ കൊടുക്കാറുണ്ട്. പ്രേമം വേണമെങ്കിൽ നമ്മളെ സമീപിച്ചാൽ മതി. കോളേജിൽ പോയി ഏതെങ്കിലും പെണ്ണിനെ കണ്ടു, ആ പെണ്ണെ ഇഷ്ടമായി, ഇനി ഓളെ സെറ്റാക്കണമെങ്കിൽ എന്താക്കിയാൽ മതി, നമ്മളെ സമീപിച്ചാൽ മതി. ഇത് പറയുന്നാലും അറിയോ, വലിയ ഖാദി ഖുദാത്ത്. സെറ്റാക്കണമെങ്കിൽ അതിന്റെ വഴി നമുക്കുണ്ട്. അതാണ് ഈ അത്ഫ്, അതാണ് ഈ വഴി. പക്ക സിഹറിന്റെ വഴിയാണ് ആ വഴി. രണ്ടുപേരെ മുതബാഇദുകളെ അടുപ്പിക്കുക. സവാഅൻ കാന സൗജൈൻ, അവര് ഭാര്യാഭർത്താക്കന്മാരാണെങ്കിലും ഔ ഗൈറു സൗജൈൻ, അതല്ലാത്ത സാദാ സീദ ആൾക്കാരാണെങ്കിലും, ബിഹൈസു യൻആതിഫു അഹദുഹുമാ അലൽ ആഖർ, ഒരാള് മറ്റേയാളുടെ മേലേക്ക് അങ്ങ് ഒട്ടും, അത്തരത്തിലാക്കാനുള്ള പരിപാടികൾ ഇതിലുണ്ട്. ശൈഖുൽ ഇസ്ലാം ആ സിഹർ പറഞ്ഞിട്ട് പറഞ്ഞു, വമിൻഹു, അതിൽപ്പെട്ടതാണ് സർഫും അത്ഫും, ഈ പരിപാടികളും സിഹറിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ മസലകളെല്ലാം ഇത് ചെയ്യുന്നവർക്കും ബാധകമാണ്. അള്ളാഹു എല്ലാ ശർറുകളെ തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ. അന്നാഖിദു അസ്സാമിൻ, ഏഴാമത്തെ നാഖിദ്, അല്ല എട്ടാമത്തെ നാഖിദ് നവാഖിദുൽ ഇസ്ലാമിൻ. ഖാല അൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അസ്സാമിൻ, ഇത് കുറച്ച് കടുപ്പപ്പെട്ട സംഗതിയാട്ടോ, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കേസാണ്. മുദാഹറത്തുൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂടലും, വമുആവനതുഹും അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് എതിരെ അവരെ സഹായിക്കലും. ഇത് ചെയ്തവൻ എന്താവുന്ന പറയുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ? ഇസ്ലാമെന്ന് മുറിഞ്ഞു പുറത്തായി പോകുന്ന പറയുന്നത്. മുശ്രിക്കീങ്ങളെ സഹായിക്കുക, കൂടുക, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് എതിരെ മുശ്രിക്കീങ്ങൾക്ക്, കാഫിരീങ്ങൾക്ക് സഹായിയായാൽ. വദ്ദലീലു ഖൗലുഹു തആല, എന്താ തെളിവ്? അല്ലാഹു പറഞ്ഞു സൂറത്തുൽ മാഇദ 51, വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. വമൻ യതവല്ലഹും മിൻകും, അവരോട് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ തവല്ലി ചെയ്താൽ, കൂടിയാൽ, ഫഇന്നഹു മിൻഹും, അവൻ അവരിൽപ്പെട്ടവരാകുന്നു. ഇന്നല്ലാഹ, ആയത്ത് അവസാനിപ്പിക്കുന്ന നോക്കിക്കോളി, തീർച്ചയായും അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ദുൽമ ചെയ്യുന്നവരെ ഹിദായത്തിലാക്കൂല. ഇവൻ ചെയ്ത ദുൽമാണ്, അവന്റെ ഹിദായത്ത് ബിസിനസ്. അല്ലാഹു ആകട്ടെ. ഇനി മസല നോക്കിക്കോളൂ. മുദാഹറത്തുൽ മുശ്രിക്കീൻ, ശൈഖുൽ ഇസ്ലാമിന്റെ വാക്ക് എങ്ങനെയാണ്? മുദാഹറത്തുൽ മുശ്രിക്കീൻ അഥവാ മുനാസറതുഹും, അവരെ സഹായിക്കുക,
വമുആവനതുഹും അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് എതിരെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മുസ്ലിമീങ്ങൾക്കെതിരെ എന്നത് അണ്ടർലൈൻ, അല്ലാണ്ട് മുസ്ലിക്കിന് വെള്ളം കൊടുത്ത് സഹായിച്ചാൽ കാഫിറാവൂല. നാട്ടിലുള്ള ഹിന്ദുക്കളെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പൈസ കൊടുത്താൽ കാഫിറാവൂല. നാട്ടിലുള്ള നസാറാക്കൾക്ക് പട്ടിണി നടക്കുന്ന മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഫുഡ് കൊണ്ടു കൊടുത്താൽ കാഫിറാവൂല. മുസ്ലിമീങ്ങൾക്ക് എതിരെ ഏത് തരത്തിലും, യുദ്ധത്തിന് മാത്രമല്ല ഏത് തരത്തിലും ഇവന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഉണ്ടായാൽ അത് നാഖിദാണ്, അവന്റെ ഈമാൻ ബാത്തിലാവും. ഫഹാദാ മിൻ നവാഖിദിൽ ഇസ്ലാം. എന്നാൽ മുദാഹറത്തുൽ മുശ്രികീന തൻഖസിമു ഇലാ ഖിസ്മൈൻ, ശിർക്ക് ചെയ്യുന്ന ആളുകളെ സഹായിക്കുക, അവരോടൊപ്പം കൂടുക എന്നുള്ളത് രണ്ട് വിഭാഗമായി വിഭജിക്കപ്പെടും. ഒന്നാമത്തെ വിഭാഗം മുനാസറത്തുൽ മുശ്രികീന അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് എതിരെ മുശ്രിക്കീങ്ങളായ ആളുകളെ സഹായിക്കുക, മഹബ്ബത്തൻ ലഹും, മുശ്രിക്കീങ്ങളോടുള്ള സ്നേഹത്താലും, വബുഗ്ദൻ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോടുള്ള ദേഷ്യത്താലും. തൗഹീദ് പറയുന്നതിനോടും തൗഹീദിന്റെ പ്രവർത്തനത്തിനോടും ദേഷ്യമുള്ളത് കൊണ്ട് ശിർക്ക് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മുശ്രിക്കീങ്ങളെ തൗഹീദിനെതിരെ സഹായിച്ചാൽ അത് ഈ ഗണത്തിൽ വിടും. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇഷ്ടം പോലെ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മളോട് ദേഷ്യം എന്ത് കാരണത്താൽ? ഓനെ പുരക്കേക്ക് നമ്മൾ കയറിയില്ല, ഓന്റെ ഒന്നും നമ്മൾ കട്ടില്ല, ഓനെ അടിച്ചിട്ട പിടിച്ചില്ല, ഓനൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഓന്റെ സ്വത്ത് നമ്മൾ അപഹരിച്ചിട്ടില്ല. ആകെ നമ്മൾ ചെയ്തത് നാട്ടുകാരോട് തൗഹീദ് പറഞ്ഞു എന്നുള്ളതാണ്. ഇവരീ കാണിക്കുന്ന ബിദഅത്ത് ഖുറാഫാത്തുകൾ തെറ്റാണ്, അന്ധവിശ്വാസമാണ്, ജനങ്ങളെ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് ജനങ്ങളെ ഉണർത്തിയപ്പോൾ അവർക്ക് തൗഹീദിനോട് ബുഗ്ദ് വന്നു, ശിർക്കിനോട് മുഹബ്ബത്ത് വന്നു. അവർ തൗഹീദിനെതിരെ ആ മുഹബ്ബത്ത് കൊണ്ട് നിന്നാൽ ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. ഇതിപ്പോ ആളുകളോടുള്ള മുഹബ്ബത്ത് വെച്ചുകൊണ്ട് എന്നാ പറഞ്ഞ്, എന്നാൽ അവരുടെ ദീനിനോടും ആശയത്തോടും ഇഷ്ടമുള്ളത് കൊണ്ടാണെങ്കിലോ ഇതിനേക്കാളും കടുപ്പത്തിൽ പെട്ടെന്ന് ഔട്ടായി പോകും. അവർ മുസ്ലിമീങ്ങൾക്ക് എതിരെ ശക്തി പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടും കൂടിയാണെങ്കിലോ ഇത് കുഫറാണ്, മില്ലത്തിൽ നിന്ന് പുറത്താക്കുന്ന സംഗതിയാണ്. ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങനെ പറയാറൊക്കെ ഉണ്ട്. അവരുടെ കാലിന്റെ അടിയിൽ നിന്ന് വെള്ളം മണ്ണൊലിച്ചു പോവാതിരിക്കാനും, അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കാനും, അവർക്ക് ഇന്ന് നിലവിലുള്ള ആ ഒരു പിടുത്തം, ആ ഒരു ഗ്രിപ്പ് കിട്ടാനും ഒക്കെ മുസ്ലിമീങ്ങൾക്ക് എതിരെ അവരോടുള്ള മുഹബ്ബത്തിന്റെ പേരിൽ സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ദീനിന്റെ ഇഷ്ടത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ ആ നിയമം പോരാ, നിങ്ങൾ ആ നിയമം ഓക്കെയാണ്, അത് വന്നാൽ തന്നെ എന്തായി? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. ഈ പറഞ്ഞ രീതിയിൽ ഷർത്ത് മനസ്സിലാക്കണേ, മുശ്രിക്കിനോടോ അവരുടെ ദീനിനോടോ അവരോടോ സ്നേഹമുള്ളത് കൊണ്ടും ഇസ്ലാമിനോടോ മുസ്ലിമിനോടോ ദേഷ്യം വെച്ചുകൊണ്ടും ഈ ഇസ്ലാമിനെതിരെ മുസ്ലിമിനെതിരെ ഒരു മുശ്രിക്കിനെ സഹായിച്ചാൽ ഒരൗട്ടാവും. അതിന്റെ തെളിവ് അള്ളാഹു എന്തു പറഞ്ഞു? അങ്ങനെ ചെയ്താൽ അവൻ അവരിൽ പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആ മുശ്രിക്കിൽ ആ കാഫിറിൽ പെട്ടവനാകുന്നു എന്നർത്ഥം. അൽ-ഖിസ്മു സ്സാനി, രണ്ടാമത്തെ വിഭാഗം, അല്ലാ യകൂന ദാലിക ഹുബ്ബൻ ലിൽ മുശ്രിക്കീൻ, ഒരുത്തൻ മുസ്ലിമീങ്ങൾക്ക് എതിരെ മുശ്രിക്കിനെ സഹായിക്കുന്നുണ്ട്, പക്ഷേ അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല. വബുഗ്ദൻ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടുമല്ല. വഇന്നമാ ഹമലഹു അലാ ദാലിക്, ഇവനത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് മസാലിഹുൻ ദുനിയവിയ്യ, ഇവന് ഭൗതികമായിട്ട് കിട്ടാനുള്ള എന്തോ നേട്ടങ്ങൾ ആണെങ്കിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാളെ കാഫിർ എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചു വരേണ്ട സംഗതി തന്നെയാണ്. ഖാദിക്ക് അതിന് അവകാശമുള്ളൂ. കാരണം അയാൾക്ക് ചോദിക്കാം, നീ എന്തടിസ്ഥാനത്തിലായി പറഞ്ഞ്, നിന്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ ഒരു ഹുക്മ് പറയാൻ പറ്റുള്ളൂ, തക്ഫീർ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അയാള് ദുനിയവിയായിട്ട് അയാൾക്ക് എന്തോ നേട്ടങ്ങൾ കിട്ടാനുണ്ട് ഇങ്ങനെ കാണിച്ചാൽ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കമാ ഖാല ബഅദുൽ ഉലമ, ചില ഉലമാക്കൾ പറഞ്ഞ പോലെ, ഔ കൗനിഹി മുക്റഹൻ, അല്ലെങ്കിൽ അവൻ നിർബന്ധിതനായി, ഓൻ കൊല്ലപ്പെടുമെന്ന് പേടിച്ചു, മറ്റെന്തെങ്കിലും നഷ്ടങ്ങൾ വരുത്തപ്പെടുമെന്ന് അവൻ ഭയപ്പെട്ടു, മുക്റഹാണ്, നിർബന്ധിതൻ, അയാൾ എല്ലാത്തിനും ഒഴിവാക്കപ്പെടും. ഇല്ലാമൻ
ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ആരെപ്പറ്റി വന്നായത്താണ്? സലഫികൾ മറക്കാൻ പാടില്ലാത്തൊരു സഹാബിയാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വാള് ചൂടാക്കി പഴുപ്പിച്ച് നെഞ്ചത്ത് വെച്ചിട്ട് നെഞ്ചിന് തോട്ടയാവും അമ്മാർ ഇബ്നു യാസിറിന്റെ റളിയല്ലാഹു അൻഹുമാ. ഈ വേദന സഹിക്കാൻ രണ്ട് മാതൃകയാണ് നമുക്ക് ആദർശത്തിന്റെ സുബൂത്തിനുള്ളത്. ഒന്നാമത്തെ മാതൃക ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മാറിയിട്ടേ ഇല്ല. മാറിയില്ല എന്ന് പറഞ്ഞാൽ മക്കയുടെ മലകൾക്കപ്പുറത്ത് തമ്പടിച്ച കച്ചവട സംഘം രാത്രിയിലെ ബിലാൽ ഇബ്നു റബാഹിന്റെ അട്ടഹാസത്തിന്റെ ശബ്ദം കേൾക്കും. അവർ അന്വേഷിക്കും എന്താ ഇത്. അപ്പൊ പറയും ഉമയ്യത്ത് തന്റെ അടിമ മുസ്ലിമായതിന്റെ പേരിൽ ഉപദ്രവിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണ്. അത്ര അനുഭവിച്ചു. പക്ഷേ കരിങ്കല്ല് പോലെ ആ കറുകറുത്ത മനുഷ്യൻ ഉറച്ചു നിന്നു. അതിന് പകരം അള്ളാഹ് കൊടുത്തൊരു നിഅമത്ത് അല്ലെങ്കിൽ സമ്മാനം എന്താണെന്നറിയോ? ഫതഹ് മക്കന്റെ അന്ന് മക്ക വിജയം പൂർത്തിയായി. ബിംബങ്ങളെ എല്ലാം അടിച്ച് തരിപ്പണാക്കി നശിപ്പിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറു, അല്ലാഹുവാണ് സത്യം, ഇന്ന് എന്നോടൊപ്പം കഅബാലയത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ ഞാൻ ആരെയെങ്കിലും വിളിക്കുമെങ്കിൽ അത് ബിലാൽ ഇബ്നു റബാഹിനെ മാത്രമായിരിക്കും. അബൂബക്കർ ഉമറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ബിലാലിനെ കൂട്ടി ഉള്ളിൽ കയറി നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇസ്അദ് യാ ബിലാൽ, ബിലാലെ കഅബന്റെ മുകളിൽ കയറ്, എന്നിട്ട് പറ നീ അന്ന് ഇവിടെ വെച്ച് പറഞ്ഞ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മക്കക്കാരൊക്കെ വീട്ടിനുള്ളിൽ നിങ്ങൾ നോക്കിയത് ആരിപ്പോ ഈ കറുത്ത ചങ്ങായി, എന്താ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഇസ്സത്ത്. കഅബന്റെ മുകളിൽ നിന്ന് തക്ബീറിന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ദീനിന് വേണ്ടി ആരെങ്കിലും സഹിച്ചാൽ, ക്ഷമിച്ചാൽ പകരം അള്ളാഹു ദുനിയാവിനും കൊടുക്കും, നാളെ ആഖിറത്തിൽ കിട്ടുന്നതിനും പറയാൻ വാക്കുകളില്ല. അള്ളാഹു നസീബാക്കി തരട്ടെ. മറ്റൊരു മാതൃക അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുമാ. സഹിച്ചു സഹിച്ചു സഹിച്ചു. സ്വന്തം ഉമ്മാന മോന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് അബൂജഹൽ കുന്തം അടിവയറ്റിന് കുത്തിയിട്ട് കൊന്നു. അതും ആ മോൻ നേർക്ക് നേരെ കണ്ടു. നിലവിളിച്ച് കരയും. ഉപ്പ യാസിറിനെ അബൂജഹലും പാർട്ടികളും ഒരു കുഴി കുത്തി അരവര കുഴിയിൽ മൂടി അടിച്ചിട്ട് കൊന്നു. തലയിൽ അടിച്ചിട്ട് കൊന്നു യാസിറിനെ റളിയല്ലാഹു അൻഹു. ഇതാ മോൻ കണ്ടോണ്ടിരിക്കാണ് കണ്ണിന്റെ മുമ്പെന്ന്. പക്ഷെ മാറിയില്ല, പിടിച്ചു നിന്നു. പക്ഷെ ദേഹോപദ്രവം തുടങ്ങി. സഹിക്കാൻ പറ്റണ്ടായപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ലാത്തയാണ് വലുത്, ഉസ്സയാണ് വലുത്. അബൂജഹൽ പൊട്ടിച്ചിട്ട് പറഞ്ഞു, കണ്ടോ ഉമയ്യത്ത് ഒരു അടിമന്റെ മുമ്പിൽ തോറ്റു, പക്ഷെ ഞാൻ അടിമന്റെ മുമ്പിൽ ജയിച്ചു. അപ്പോഴും ആ കള്ളന്റെ മനസ്സിൽ എന്താ ഉള്ളത്? തറവാടിത്തവും അധികാരവും ഒക്കെയാണ്. ഉമയ്യത്ത് തോറ്റുപോയി ബിലാലിന്റെ മുമ്പിൽ, പക്ഷെ ഞാൻ തോറ്റിട്ട്, ഞാൻ വിട്ടുകൊടുത്തിട്ട. കണ്ടില്ലേ അമ്മാർ തിരിച്ചു പറഞ്ഞിരിക്കുന്നു. അഴിച്ചുവിട്ടു. അമ്മാർ ഇബ്നു യാസിർ നിലവിളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ ഓടുന്ന പോലെ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. അന്ന് വയസ്സ് എത്ര ഉണ്ടാന്ന് അറിയോ? അമ്മാറിന് 22ന്റെ ഉള്ളില്. നമ്മളെ ഇപ്പോഴത്തെ 22 വയസ്സുകാർക്ക് തൗഹീദ് എന്താന്ന് അറിയോ? ദീനോട് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ? നമ്മളെ ഇന്നത്തെ 22കാരെ നമ്മൾ ശരിക്കും കാണണമെങ്കിൽ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്കുള്ള ലോക്കൽ ട്രെയിനിൽ കയറിയാൽ മതി. അപ്പൊ കാണാം 22കാരന്റെയും കാരിയുടെയും ലീലാവിലാസങ്ങൾ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഉമ്മത്തിനെ. മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അവന്റെ ഉപ്പയും മുസ്ലിം, ഉമ്മയും മുസ്ലിമും. മുസ്ലിം തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ടീംസാണ്. വെറുതെ ഒന്ന് ഈ ഉപ്പമാര് ഈ ഉമ്മമാര് ട്രെയിനിന് മക്കളോടൊപ്പം കയറൽ നല്ലതായിരിക്കും. അവരുടെ ഇസ്സത്തിനും തറവാടിന്റെ പേരിനും പെരുമക്കും ഒക്കെ നല്ലതായിരിക്കും. അതിലുപരി ആഖിറത്തിൽ ഉത്തരവാദിത്ത പൂർത്തീകരണത്തിന്റെ ഹിസാബിന് തലവെച്ചു കൊടുക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ അത് നല്ലതായിരിക്കും. അവിടെ 22കാരൻ അബൂജഹലിന്റെ അടി കൊണ്ടിട്ട് സഹി കെട്ടിട്ട് ഓടുക റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്. യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങ് പറഞ്ഞു പോയി. പക്ഷെ അമ്മാറിനെ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് പുഞ്ചിരിയോട് കൂടിയാണ്. ചോദിച്ചു, നിന്റെ ഖൽബിൽ എന്തായിരുന്നു അമ്മാർ? എന്റെ ഖൽബ് മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാൻ നിറച്ചിട്ടുള്ള ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പത്തേക്ക് ജിബ്രീൽ വന്നു, ആയത്തിറങ്ങി. യാ റസൂലല്ലാഹ്, ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. അമ്മാറിനോട് പറ, അല്ലാഹു അമ്മാറിന്റെ ഖൽബ് അറിയുന്ന ആളാണ്. അമ്മാറെ നാവ് കൊണ്ടത് പറഞ്ഞെങ്കിലും ഖൽബ് ക്ലിയർ ആണ് നബിയെ. അമ്മാർ മുഅ്മിനാണ്. സഹാബാക്കളെ വിളിച്ചുകൂട്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാൻ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അമ്മാറിനെ നോക്കിയിട്ട് പഠിച്ചോളൂ. അമ്മാറിന്റെ നേരത്തെ പറഞ്ഞു, അമ്മാർ വഇൻ യഊദു ഫഉദ്, ഇനിയും അവർ നിന്നെ ഉപദ്രവിച്ചാൽ നീ ഇതേപോലെ പറഞ്ഞോളൂ. കാരണം ആകാശത്തിന്റെ അപ്പുറത്ത് നിന്റെ ഈമാൻ ഓക്കെ, ഇനി നീ പറഞ്ഞോളൂ.
മറ്റൊരു പ്രാവശ്യം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മാറിന്റെ തലയുടെ ഉച്ചി മുതൽ പെരുവിരൽ വരെ ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു. അമ്മാറൊക്കെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് നാളെ കളിക്കുക. ആ വഴിക്ക് പോകാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കൊരു പിടുത്തമില്ല. നമ്മൾ ചെറിയൊരു ദുനിയാവിന്റെ കാര്യം വരുമ്പോഴേക്കും തൽക്കാലം ദീനിനെ ബേക്കോട്ട് മാറ്റി. എങ്ങനെയാണ്? ഒമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ثم أعرض عنها إنا من المجرمين منتقمون. ഏതാ സൂറത്ത്? സജദ. സജദ. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്താണ് അർത്ഥം. ഒമൻ അദ്ലം, ആരുണ്ട് ഏറ്റവും വലിയ അക്രമി? അള്ളാഹു എനിക്കും നിങ്ങൾക്കും മാപ്പ് തരട്ടെ. ആരുണ്ട് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി, അവന്റെ റബ്ബിന്റെ ആയത്തുകൾ ഓർമ്മപ്പെടുത്തപ്പെട്ടവൻ. ആരോ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ സുമ്മ അഅറദ അൻഹാ, അവൻ അതിൽ നിന്ന് പിന്തിരിയും. എല്ലാം അറിയാം. ഓ അല്ലാഹു മാഫ് തരട്ടെ. എല്ലാം അറിയാം, എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ സുമ്മ അഅറദ അൻഹാ, അവസരം വരുമ്പം പിന്മാറുകയാണ്. ഇന്ന മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ആയത്ത് അല്ലാഹു അവസാനിപ്പിച്ചത് കടുപ്പത്തിലാണ്. തോന്നിവാസികളെ ഞാൻ മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവനാണ്. സജദ. അൽ കഹ്ഫിൽ അതേപോലത്തെ ആയത്തുണ്ട്. അൽ കഹ്ഫിന്റെ ലാസ്റ്റ് ഭാഗത്ത്, അൽ കഹ്ഫിന്റെ ലാസ്റ്റ് ഭാഗത്ത് അതേപോലെ അല്ലാഹു പറയുന്നുണ്ട്. എന്തായിരിക്കും നമ്മളൊക്കെ അവസ്ഥ എന്നാണ് ആഖിറത്തിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇന്നലെ അനിയന്മാരോട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു അനിയൻ പറഞ്ഞു, സലാക്ക മുവഹിദാണെങ്കിൽ പിന്നെ ഒരു ആശ്വാസമുണ്ട്, മുവഹിദാണെങ്കിൽ പിന്നെ ഈ സമാധാനിക്കാൻ വകയുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. ആദം സന്തതികൾ പാപികളാണ്. അള്ളാഹു പറയുകയാണ്, ആദം സന്തതികൾ പാപികളാണ്. ആ പാപികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതൻ തൗബ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തെറ്റ് ചെയ്യും. മനുഷ്യന്റെ അടുത്ത് അപാകതകൾ വരും. ഒരു തെറ്റും വരാത്ത, തിന്മയും ചെയ്യാത്തൊരു മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. വേറെ ഒരാളും, ആര് തൊട്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇനി ഖിയാമത്ത് നാളിന്റെ അവസാനത്തെ ഡേറ്റിൽ ജനിക്കുന്ന മനുഷ്യക്കുഞ്ഞ് വരെ അൽ ഖത്താഊൻ, തെറ്റ് ചെയ്യും. പക്ഷെ വഖൈറുൽ ഖത്താഈൻ, അവരിൽ ഏറ്റവും നല്ലവൻ തവ്വാബൂൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു തള്ളൽ, എടാ തൗബ ചെയ്യടാ, ഇസ്തിഗ്ഫാർ പറയടാ, തെറ്റ് ചെയ്തില്ലേ, അള്ളാഹിനോട് പറയടാ. ഇത് വരുന്നുണ്ടെങ്കിൽ, ഈ തള്ളിച്ച മനസ്സിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവൻ ഖൈറുള്ളവനാണ്. വരുന്നില്ലെങ്കിൽ അവൻ അപകടത്തിലാണ്. ഇസ്തിഗ്ഫാർ, നിരന്തരം ഇസ്തിഗ്ഫാർ. വഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അവൻ ഗഫാറാണ്, പുറത്തു തരും, ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല, എന്നിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാറും ചെയ്യുന്നില്ല, തൗബ ചെയ്യുന്ന ഒരാളും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ആവശ്യമില്ല റബ്ബിന്. നിങ്ങൾ തുടച്ചു മാറ്റും, പുതിയ ആൾക്കാരെ കൊണ്ടുവരും. അവരെന്ത് ചെയ്യും? തെറ്റ് ചെയ്യും, പക്ഷേ തൗബ ചെയ്യും. അപ്പൊ അള്ളാഹ് എന്താ ഇഷ്ടപ്പെടുന്നത്? അടിമയുടെ യാചന. അതവന്റെ ഇസ്സത്തിന്റെ ഭാഗമാണ്. ഞാൻ സൃഷ്ടിച്ച എന്റെ അടിമ തെറ്റെയ്തു പോയാലും എന്റെ അടുത്തേക്ക് വരുന്നവനാവണം. അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ആ ഇഷ്ടപ്പെടുന്ന റബ്ബ് വരുന്നവനോട് പോടാ എനിക്ക് മാപ്പില്ല വല്ലാഹി പറയില്ല. കൊടിയ മുശ്രിക്കാണെങ്കിലും തൗബ ചെയ്താൽ പോടാന്ന് അള്ളാഹു പറയില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ജമീഅൻ. അള്ളാഹു നസ്റുഹായ തൗബക്ക് തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും വളരെ ശ്രദ്ധമാണ് ജീവിതം. ഇന്നോ നാളെയും തീരും. മൗത്ത് ഹഖുൽ യഖീനാണ്. മരണം ഹഖുൽ യഖീനാണ്. നമ്മൾ ആദർശം പറഞ്ഞു കൊടുക്കണം. നമുക്ക് പറ്റില്ലെന്ന് പറയണം. നടന്നു വന്ന ആൾക്കാർക്ക് ചായ കുടിക്കാൻ 10 രൂപ കീശയിൽ വെച്ചു കൊടുക്കണം. ശിർക്കിനെ സഹായിക്കലാണ്, ശിർക്കിനെ സഹായിക്കലാണ്. അമ്പലത്തിലെ ഉത്സവത്തിന് പിരിവ് കൊടുക്കാൻ പറ്റൂല, ശിർക്കിനെ സഹായിക്കലാണ്. അത് ദേഷ്യത്തിൽ പറയണ്ട. എന്ത് പരിപാടി ഇപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ അങ്ങനെ പറയണ്ട. ഫസ്റ്റ് പറഞ്ഞേല് അത് ശിർക്കിനെ സഹായിക്കലാണ്.
ഷിർക്കിനെ സഹായിക്കലാണ്. വിഷയം വരുന്നുണ്ട്, ഇതിൽ വരും ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ സന്ദർഭമായിട്ട് പറഞ്ഞോട്ടെ ഡോക്ടറെ, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു, വേറെ നിൽക്കണ്ടില്ല, ഇവര് വാങ്ങിയിട്ട് പോവുള്ളൂ, എന്ത് ചെയ്യും? ഒഴിവാക്കണ്ട. ഇപ്പൊ ഓണത്തിന്റെ ചോറ് കൊണ്ടുവന്ന എന്താ നമ്മള് പറയല്? തിന്നല തന്നെ. എന്ത് പറയാൻ നിൽക്കുക? അടിച്ച് എല്ലാം അടിച്ച് കഴിഞ്ഞ് എന്താ നമ്മള് പറയല്? നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മളെ ആദർശം ഇന്നതാണ്, നമ്മളെ വിശ്വാസം ഇങ്ങനെയാണ്, ഇത് നമ്മളെ വിശ്വാസത്തിനെതിരാണ്, അതുകൊണ്ട് പറ്റാത്തതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. നമുക്കിത് പറയാൻ അറിയില്ല. നമ്മൾ വിചാരിക്കുന്ന എന്താ? പറഞ്ഞാൽ തന്നെ അവരെന്താ വിചാരിക്കുക, അവരെന്ത് വിചാരിക്കുന്നു എന്നതല്ല പ്രശ്നം. എന്റെ റബ്ബിന്റെ അടുത്ത് എന്റെ ആദർശം തിളങ്ങോ ഇല്ലേ, അതാണ് എന്റെ ചിന്ത, അതായിരിക്കണം ചിന്ത. ഇനി അഥവാ ഒരു രക്ഷയുമില്ല, ശിർക്കിനെ സഹായിച്ചേ പറ്റൂ, കൂടെ നിന്നേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അള്ളാന്റെ ചോദ്യം, അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ. എന്നർത്ഥം, പോയിക്കൂടെ? വീട് വിറ്റിട്ട് വേറത്തേക്ക് പോയിക്കൊള്ളണം. ഈ ആയത്തിറങ്ങുന്ന ആരെ പറ്റിയാ? സൂറത്തുൽ അഅറാഫ്. ബദറിൽ പങ്കെടുത്ത ചില മുസ്ലിമീങ്ങളായ ആൾക്കാരെ പറ്റി. അവര് മരിച്ചു, അവർ യുദ്ധത്തിൽ വന്നു, കൊല്ലപ്പെട്ടു. പക്ഷെ അവർ മുശ്രിക്കുകളുടെ സൈഡിലാണ്. അള്ളാഹു പറയാണ്, അവരുടെ മലക്കുകൾ വന്നു. മലക്കുകൾ ചോദിക്കാം അവരോട്, നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ? പക്ഷെ അവർ രഹസ്യാക്കിയിട്ട് വെച്ചു, പരസ്യമാക്കി മദീനത്തേക്ക് ഹിജറ പോകണമായിരുന്നു. പക്ഷെ മക്കത്തുള്ള ഈ പറയപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. യുദ്ധത്തെ നിർബന്ധിതരായിട്ട് പോവേണ്ടിയും വന്നു. എന്ത് ചെയ്യാനാ? ബലഹീനന്മാരായിരുന്നു, പരസ്യപ്പെടുത്താൻ പറ്റൂല, അടികൊള്ളും ഇടികൊള്ളും, അതാവും ഇതാവും. ഖാലു, അപ്പൊ മലക്കുകൾ ചോദിച്ചു, അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ. അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നല്ലേ, ഹിജറ പോയിക്കൂടായിരുന്നോ? നീ എന്തിനാ ഒപ്പിക്കാതെ നിന്നത്? ഒപ്പിക്കൽ ദീനിലില്ല. നമ്മുടെ ചിന്തിക്കാം, എങ്ങനെ ഇപ്പൊ ഇത്രയും വലിയ പോരാ, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പോരാ, ഈ നാട്, അയൽവാസി, ബന്ധുക്കള്, ഈ നാട്ടുകാർ, എന്റെ പ്രസിഡന്റ് സ്ഥാനം, എന്റെ മറ്റേ സ്ഥാനം, ഈ സ്ഥാനം, ഇതെല്ലാം വിട്ടിട്ട് എങ്ങനെയാ പോവാ? അതെല്ലാം പിടിച്ചു നിന്നാൽ ദീൻ പോവും, നമ്മൾ ഇതും കൊണ്ടുപോകും. അത് വിട്ടാൽ നമുക്ക് ദീനും കൊണ്ടുപോവാം. അതാണ് നിലപാട്, അതാണ് ആദർശവാദി, അതാണ് സലഫി. പിന്നെ ആരല്ല? മുജാഹിദല്ല, സലഫി. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. കേന്ദ്രം അതിനെ പറ്റിയ പ്ലാറ്റ്ഫോമാണ്. അനീഫ് കായക്കൂടിന്റെ ഇന്റർവ്യൂ ഉണ്ട് രഞ്ജിത്തുമായിട്ടുള്ള. മാഷാ അല്ലാഹ്, ഇത്ര മനോഹരമായിട്ട് അദ്ദേഹം KJU-വിന്റെ ആ പദവിയിൽ ഇരുന്ന് സംസാരിക്കേണ്ട രീതിയിൽ, ശൈലിയിൽ, പക്വതയിൽ വിഷയം, നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു. കേന്ദ്രമിന് ഒരു നിലപാടുണ്ട്, പക്ഷെ അതിന് മെമ്പർഷിപ്പ് ഉള്ള നമുക്കെന്തില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ കളവാണോ? നിങ്ങൾക്ക് വിഷമാന്നുണ്ടാ പറയുമ്പോ? ആ, വിഷമിച്ചാണ് ഞാൻ ഇരട്ടിക്ക് പറയും. അല്ലേ, നിലപാടുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ചില അവസ്ഥകൾക്കനുസരിച്ച് അത് മാറ്റിയേ പറ്റൂ. അൽ മൗതു ഹഖ്ഖുൻ, അൽ മൗതു ഹഖ്ഖുൻ എന്നോ നാളെയോ. ഞാൻ ഇന്നലെ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ വഹുശറ ലി സുലൈമാന ജുനൂദു ആയത്തുണ്ടല്ലോ, സുലൈമാൻ നബിന്റെ ചരിത്രം ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഇങ്ങനെ ചിന്തിക്കുമ്പോ സുലൈമാൻ നബിന്റെ കഥ ഇങ്ങനെ ഓർമ്മയിൽ വന്നു. അപ്പൊ തന്നെ സൈഡാക്കിയിട്ട് ഇബ്നു കസീർ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കി. അപ്പൊ അതിൽ വന്നൊരു സംഗതി, സുലൈമാൻ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീറത്തിന്റെ ആളാണ്. എടുത്തെന്ന് പറഞ്ഞാൽ എന്റെ ഓള്, എന്റെ മോള്, എന്റെ ഉമ്മ, എന്റെ പെങ്ങൾ ഒരു അന്യപുരുഷൻ കാണാൻ പാടില്ല, ആ ഒരു കണിശതയുണ്ടല്ലോ അത്. അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കൊട്ടാരത്തിൽ പിന്നെ അന്യർക്ക് പ്രവേശനമില്ല. സുലൈമാൻ നബി കൊട്ടാരത്തിൽ ഇല്ലെങ്കിൽ അന്യർക്ക് പ്രവേശനമില്ല, എല്ലാം പൂട്ടിക്കെട്ടും. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പോയി ഭാര്യ നോക്കുമ്പോൾ ഒരു അന്യപുരുഷൻ വീട്ടിന്റെ ഉള്ളിൽ. ആകെ ബേജാറായി. സുലൈമാൻ വരുന്നതിന് മുമ്പ് പട്ടാളക്കാരെ മൊത്തം വിളിച്ചു. സുലൈമാൻ വരുന്നതിന് മുമ്പ് തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ അകത്ത് എങ്ങനെ കയറിയത്, ആരാ ഭയങ്കര ചർച്ച കൊട്ടാരത്തില്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു വന്നു. ഉപ്പ നബിയാണ്, രാജാവാണ്. അടുത്തു വന്നു. മൻ അൻത, ആരാണ് നീ? അയാൾ പറഞ്ഞു, ആരെയും പേടിക്കാത്ത കൂസാക്കാത്ത ഒരുത്തനാണ് ഞാൻ, എവിടെ കയറി വരാനും ആരുടെയും അനുവാദം ആവശ്യമില്ലാത്തവനാണ് ഞാൻ. ദാവൂദിന് ഒരു കാര്യം മനസ്സിലായി,
അദ്ദേഹം ഒരു ഭാഗത്തേക്ക് കട്ടിലിൽ മാറി കിടന്നു. വന്ന ആള് അദ്ദേഹത്തിന് റൂഹും പിടിച്ചിട്ട് പോയി. ആരാ വന്ന ആള്? അങ്ങനെ വരിക, അങ്ങനെ വരിക. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കെട്ടി പൊതിഞ്ഞു വെച്ച കോട്ടകത്താണെങ്കിലും ആളവിടെ എത്തും. എപ്പം? ഏത് വർഷം, ഏത് മാസം, ഏത് ആഴ്ച, ഏത് ദിവസം, ഏത് മിനിറ്റ്, ഏത് സെക്കൻഡിൽ സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഞാൻ ഈ ദുനിയാവൊന്ന് പോകണമെന്ന് എന്റെ റബ്ബ് മലക്കുൽ മൗത്തിന്റെ കൈമല പറിച്ചു കൊടുത്തിട്ടുണ്ട്. അന്നേരം ഒരു 10,000 കിലോമീറ്റർ ഇപ്പുറത്താണ് ഉള്ളതെങ്കിൽ സെക്കൻഡ് വെച്ച് അള്ളാഹു എന്നെ അവിടെ എത്തിക്കും. എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചിട്ട് ആ കവി പറഞ്ഞ വാക്ക് എത്ര സത്യം. എത്രയും പെട്ടെന്ന് മുത്തഖിയായിക്കോട്ടെ. തെറ്റെല്ലാവർക്കും വരും, ന്യൂനതകള്, അപാകതകള് ശരിയാക്കാൻ ശ്രമിക്കുന്നവന്റെ പേരാണ് മുത്തഖി. 100% ആരും ആവില്ല, 100% ആരും ആവില്ല. ദുനിയാവിൽ ഫസാദിന്റെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. പക്ഷേ അങ്ങനല്ല അള്ളാഹു പറഞ്ഞ്, കഴിയുന്നത്ര തഖ്വ ഉണ്ടായിക്കോളി. കാരണം നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ, രാത്രി വന്ന് നിന്നെ മൂടിയാൽ ഹൽ തഈശു ഇലൽ ഫജ്രി, നാളത്തെ പ്രഭാതം നീ കാണുമോ ഇല്ല എന്നുള്ളത് ഓർമ്മ. രാത്രി ഉറങ്ങാൻ വേണ്ടി നമ്മൾ ആ കണ്ണടച്ചത് പിറ്റേന്ന് തുറക്കണമെങ്കിൽ എന്റെ റബ്ബ് തീരുമാനിക്കണം, എന്നാലേ തുറക്കാൻ പറ്റും. റബ്ബ് തീരുമാനിക്കണം, തിരിച്ച് റൂഹിനെ തരണം, എന്നാലേ. അതുകൊണ്ടല്ലേ എണീച്ചവാൾ എന്ത് പറയാൻ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, നമ്മളെ ജീവിപ്പിച്ച റബ്ബിന് സ്തുതി. ഇലൈഹിൻ നുശൂർ. ഇപ്പൊ എണീച്ചെങ്കിലും ഒരിക്കൽ അങ്ങോട്ട് തന്നെ പോകും. അപ്പോഴും കിബറില്ല, എണീച്ചുന്നില്ല. എണീച്ചു അൽഹംദുലില്ലാ, ഇനി അങ്ങോട്ട് തന്നെ പോകേണ്ടതാണ്. എന്തൊരു ദുആ! മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആന്റെ ഒരു മഹത്വം നോക്കി. അടിമല എല്ലാ സമയത്തും ഈ ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിർത്തുന്ന ദുആകളാണ്. അതുകൊണ്ട് വരുന്നുള്ള കാര്യം ഉറപ്പ്. വകം മിൻ സഖീ വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്രയെത്ര ആരോഗ്യമുള്ള. ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട്, ഒരു ഡോക്ടർ സംസാരിക്കുകയാണ്. ജിമ്മിൽ പോകുന്ന ആളുകള്, മോർണിംഗ് വാക്കിങ്ങിൽ പോകുന്ന ആളുകള്, കസർത്ത് ചെയ്യുന്ന ആളുകളൊക്കെ അതിൻ്റെ ഇടയിൽ വീട്ടിൽ മരിക്കുകയാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? ഡോക്ടർ അതിന്റെ ഒരു സയൻസ് വശമായിട്ടുള്ള കാരണങ്ങൾ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന എന്താ? ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖ്. വകം മിൻ സലീം, അങ്ങനെ എത്ര ആരോഗ്യമുള്ളവരാണ്. മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഇന്ന കാരണത്താൽ എന്താ പറയാൻ ഒരു കാരണമില്ലാതെ മരിച്ചുകൊണ്ട് വയറ് പോലെ ഉണ്ടാവും. ഉച്ചക്ക് അസറിന് വരുമ്പോൾ ഓന്റെ മയ്യത്ത് മുമ്പിൽ. ഉംറക്ക് വരുന്ന ആൾക്കാർ മരിക്കുന്നുണ്ടെങ്കിൽ എന്തൊരാഗ്രഹത്തിനും ആവേശത്തിനാ വരുന്നത്. പെട്ടെന്ന് രാവിലെ പക്ഷെ ഭാഗ്യവാന്മാർ തൽബിയത്തും പറഞ്ഞുകൊണ്ട് വരുന്ന ആളെ മനസ്സിലെ. വകം മിൻ സഖീമിൻ, എന്നാൽ എത്രയോ രോഗികളാണ്. കവി പറഞ്ഞു വകം മിൻ സഖീമിൻ, എത്രയോ രോഗികളാണ്. ആശ ഹീന മിന ദഹരി, മരിക്കുന്നേ ഇല്ല. എന്ന് കാണുന്ന ആൾക്കാർ എന്താ പറയാ? അവസ്ഥ കണ്ടിട്ട് ഇന്നോ നാളെയോ എന്നാ തോന്നുന്നു. ഡോക്ടർമാര് പറയും കൊണ്ടേക്കോണേ, ഇപ്പം ചെയ്യാനില്ല, മരിക്കുന്നില്ല. എന്റെ ഉമ്മാനുമ്മ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, നല്ല ഈമാനുള്ള മരണം കൊടുക്കട്ടെ, 102 വയസ്സായി. എപ്പോ നമ്മൾ കാണാൻ പോയി വിചാരിക്കും മിക്കവാറും ഇനി അടുത്ത് പോക്കാൻ നമുക്ക് മുമ്പ് മരിച്ചിട്ടുണ്ടാവും. മുമ്പ് കിടപ്പില്ല, ഓർമ്മയിലുണ്ട്, എണീക്കും, ഇരിക്കും, തിന്നും കുടിക്കും. 102 വയസ്സായി. ടൈമായിട്ടില്ല. നമ്മള് വാർദ്ധക്യമോ നിരയോ അസുഖമോ കിടപ്പോ ഒക്കെ നോക്കിയിട്ടായിരിക്കും മരണം തീരുമാനിക്കുക. അജ്ജലുല്ലാഹ്, അള്ളാഹ് നിശ്ചയിച്ച ദിവസം. ഒരാളും അത് വരാണ്ടിരിക്കില്ല, അത് ഉറപ്പാണ്. വകം മിൻ ഫതൻ, എത്രയോ യുവാക്കൾ, യുവതികൾ, യുംസി വയുസ്ബിഹു ആമിനൻ, രാവിലെയും വൈകുന്നേരവും എത്ര നിർഭയത്വത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്, പ്ലാനുകൾ, തർത്തീബുകൾ ഒന്നും ആവില്ല എന്നുള്ള ഉറപ്പിൽ. വൈകുന്നേരം അവനെ പൊതിയാനുള്ള കഫൻ തുണി അപ്പുറത്തെ വീടിന്റെ ഷെൽഫിൽ എത്തിക്കഴിഞ്ഞു, അതിവൻ അറിയുന്നില്ല.
അതിന്റെ മുമ്പ് കൂടിയാണ് ബൈക്ക് ഓടിച്ചിട്ട് അടിച്ചു പൊളിച്ച് പോയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതേ പീടിന്ന് 3 കഫം തൊടിയും വാങ്ങി പൊതിഞ്ഞു. അടുത്ത വക്തിൽ മരണം അത്ര സുനിശ്ചിതമാണ്. അവിടെല്ലാം സെൽഫുകൾ പറഞ്ഞത് മരണമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ടും ഗഫലത്തിൽ ജീവിക്കുന്ന എന്റെ അവസ്ഥ അത്ഭുതകരമാണ്. ബോധം നസീബാക്കട്ടെ. അതുകൊണ്ട് ക്ലിയർ ആക്കണം. മരണം എത്തുന്നതിന് മുമ്പ് ആദർശവാദികളാവണം. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, കോംപ്രമൈസ് ഇല്ല, കടുകടുത്ത ആദർശവാദി. അതേസമയത്ത് ഫുറൂഇയാത്തുകൾ, ശാഖാപരമായ വിഷയങ്ങളുണ്ടല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാവുന്നത് മുതവസ്സിതൻ, അതിന് മധ്യമ നിലപാട് സ്വീകരിച്ചാൽ മതി. ഒരു കടുപ്പവും കൂട്ടണ്ട. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉമ്മത്തൻ വസതൻ, ഇഫ്റാത്തുല്ല തഫ്രീത്തുല്ല. ഭയങ്കര ഓവർ ടീമുണ്ട്. ഇപ്പൊ ഭയങ്കര ഓവറിന്റെ ടീം, അവർക്കൊന്നും നേർപ്പുണ്ടാവില്ല. ഒരു വീഴ്ച വീണാൽ തവിടുപൊടിയാവും, പിന്നെ ദീനേ ഉണ്ടാവില്ല. നമ്മളെ കണ്ണിന്റെ മുമ്പിൽ അനുഭവങ്ങളുണ്ട്, സാക്ഷികളുണ്ട്. തീരെ ഇല്ലാണ്ടായാലോ പോയി വലിയ കഥയും കഴിഞ്ഞു. മുതവസ്സിതൻ, മധ്യമ നിലപാടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രത്യേകത. ഉമ്മത്തൻ വസതൻ. അതുകൊണ്ട് ഇവൻ മുശ്രിക്കീങ്ങളെ മുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കുന്നത് മുസ്ലിമീങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടോ അല്ല. അവൻ ചെയ്യുന്നത് അവനെ എന്തോ മസാലിഹ ദുന്യവിയ, ഭൗതികമായിട്ടുള്ള ചില ഈ മസല വെച്ചിട്ട്, ഈ ഉസൂല് വെച്ചിട്ട് ഡോക്ടർ ചോദിച്ചല്ലോ, ഓർമ്മ വന്നതാണ്. സൗദിയിലെ ചില ഉലമാക്കൾ പറഞ്ഞു, ഗൾഫ് നാടുകളിൽ അമ്പലങ്ങൾ പണിയുന്നില്ല അവിടുത്തെ ഗവൺമെന്റ്. ഉണ്ട്. അതിന്റെ ഹുക്കം എന്താണ്? ഈ ഉസൂല് വെച്ച് പറഞ്ഞാൽ അവര് മുസ്ലിമീങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടോ ശിർക്കിനെയും കാഫറിനെയും ഇഷ്ടപ്പെട്ടത് കൊണ്ടോ ചെയ്യുന്നതല്ല, മറിച്ച് മസാലിഹം ദുന്യവിയ, ഭരണാധികാരികളാണ്, അവരുടെ രാഷ്ട്രത്തിന് ദുന്യവിയായിട്ട് മറ്റെന്തെങ്കിലും മസ്ലഹത്ത് അവരതിൽ കാണുന്നുണ്ടെങ്കിൽ അത് കുഫറാവില്ല. ഇല്ല. അവൻ നമ്മൾ പെട്ടെന്ന് കണ്ണുടച്ചിട്ട് എന്ത് ഗവൺമെന്റ് എന്തോ മസ്ലഹത്ത് കാണുന്നുണ്ട് അതിന്. കാരണം രാഷ്ട്രത്തിന്റെ തലവന്മാരാണ്, ഭരണാധികാരികളാണ്, അതിലെന്തോ മസ്ലഹത്തുണ്ട്. അതൊന്നും നമുക്കറിയില്ല. ആ മസ്ലഹത്ത് മുന്നിൽ വെച്ചിട്ടാണ്. കാരണം അവർക്ക് എന്തില്ല, ഇതാണ്. അവർക്ക് മുസ്ലിംസിനോട് ദേഷ്യമല്ല, തൗഹീദിനോട് ഉറപ്പുണ്ടായിട്ടില്ല. അവരെ ആദർശത്തെ ഇഷ്ടപ്പെട്ടിട്ടോ അവരെ ഇഷ്ടപ്പെട്ടിട്ടോ അല്ല, അവർക്ക് ഇഷ്ടം അവരുടെ രാഷ്ട്രത്തിനോടാണ്. ആ രാഷ്ട്രത്തിന് എന്തോ മസ്ലഹത്ത് ആ വിഷയത്തിലുണ്ട്, അതുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ബാക്കി എന്താണ് എന്ത് വെച്ചിട്ട് മുക്രഹാണെങ്കിൽ, അത് നേരത്തെ 2 ആൾക്കാരെ പറഞ്ഞില്ലേ, ബിലാൽ ഇബ്നു റബാഹിന്റെ ആദർശമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഹിജ്റ പോയിക്കൊള്ളണം. ബിലാൽ ഇബ്നു റബാഹിനെ സ്വീകരിക്കുന്നെങ്കിൽ ഹിജ്റ പോയിക്കൊള്ളണം. ഇനി അമ്മാർ ഇബ്നു യാസിറിന്റെ മാതൃകയാക്കി മുക്രഹൻ ആണെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതെ, മനസ്സിലായി. ഈ ഉസൂല് വെച്ചിട്ട് അമൽ ചെയ്യാം. 2 നിലപാട് സ്വീകരിക്കാം. ഒന്നുകിൽ ബിലാൽ ഇബ്നു റബാഹിനെ പോലെ പറ്റൂല, പറഞ്ഞു കൊടുക്കുക, കാര്യം മാന്യമായി പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ അമ്മാർ ഇബ്നു യാസിറിനെ പോലെ മുക്രഹാണ്. അല്ലെങ്കിൽ എനിക്കവിടെ കച്ചവടം ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്ത് ചെയ്യും, ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മുക്രഹാണ്, അത് കാഫറാവില്ല. പിന്നെ കൊടുക്കണം, അത് കൊടുക്കണം. അത് വരുന്നുണ്ട്, വസ്തുത വരുന്നുണ്ട്. അത് ചിലപ്പം ദീനിൽ നിയമമാക്കപ്പെടും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ കൊടുക്കൽ. കേട്ടോ, ചോദിച്ചത് നന്നായി. ഞാൻ ഇങ്ങനെ ഉസൂൽ അനുസരിച്ച് അത് കുഫറാവൂല. ഡോക്ടർ ചോദിച്ചല്ലോ. അപ്പൊ ഉസൂൽ അനുസരിച്ച് ഇതാണ് മസ്അല. ഒന്നുകിൽ അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹ, അതല്ലെങ്കിൽ മുക്രഹാണ്, ഔ കൗനിഹി മുക്രഹൻ, അല്ലെങ്കിൽ അവൻ നിർബന്ധിതനാണ്. ഫനഖൂൽ, ഉലമാക്കൾ പറയുന്നു. അപ്പൊ നമ്മൾ പറയും ബിഅന്ന ഹാദാ ലൈസ കുഫ്റൻ, ഈ സഹായം എന്താവൂല, കുഫറാവൂല. ഫലം യഹ്മൽഹു അലാ ദാലിക ബുഗ്ദുഹു ലിൽ മുസ്ലിമീൻ, കാരണം ഇവൻ ഇത് ചെയ്തത് മുസ്ലിമീങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല. വലാ ഹുബ്ബുഹു ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ സ്നേഹിച്ചിട്ടുമല്ല. വലൈസ റഗ്ബതൻ, അവൻ ആഗ്രഹവുമില്ല. ഫീ ദുഹൂരി അഹ്ലിൽ കുഫ്രി അലാ അഹ്ലിൽ ഇസ്ലാം, ഇവിടെ മുസ്ലിമീങ്ങളെക്കാളും മേലിൽ
മുശ്രിക്കീങ്ങളൊന്നു പൊന്തി വരണം എന്നവൻ ആഗ്രഹിക്കുന്നുമില്ല. വലാ ഹുബ്ബൻ ലിദീനിഹിം, അവരുടെ ആദർശത്തോടും ഇവന് ഇഷ്ടമില്ല. വനഹ്വി ദാലിക് വഇന്നമാ ഹമലഹു അലാ ദാലിക്, അവനത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് മസാലിഹുൻ ശഖ്സിയ്യ, വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു മസ്ലഹത്താണ്. ഔ മസാലിഹുൻ ദുന്യവിയ്യ, അല്ലെങ്കിൽ ഭൗതികമായിട്ട് അവന് എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടിയാണെങ്കിൽ ഫഹാദാ ലൈസ കുഫ്റൻ, ഇത് കുഫറായി പരിഗണിക്കപ്പെടുക ഇല്ല. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പരിഗണിക്കേണ്ടത്. ബുഗ്ദുൽ മുസ്ലിമീൻ ഹുബ്ബുൽ മുശ്രിക്കീൻ, മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പും ദേഷ്യത്തിലും മുശ്രിക്കീങ്ങളെ ഇഷ്ടപ്പെടുകയും അവരുടെ ദീനിനോട് ഇഷ്ടപ്പെടുകയും മുസ്ലിമീങ്ങളെക്കാളും ഇവിടെ മുശ്രിക്കീങ്ങളൊന്ന് പൊന്തണം എന്ന ആഗ്രഹത്തിലും ഒക്കെയാണെങ്കിൽ കുഫറാണ്, അത് സംശയമില്ല. പക്ഷെ അതൊന്നുമല്ല, നിർബന്ധിതനായ അവസ്ഥയിലാണെങ്കിൽ ലൈസ കുഫ്റൻ. ഒരു കച്ചവടക്കാരനാണ്, ഇതിപ്പോ അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ ഈ രണ്ട് അവസ്ഥയിൽ പറ്റില്ല. നമ്മൾ ഇതിനെ പോയ എങ്ങോട്ട് പോകും? നമ്മൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം ഇല്ല പറ്റുമെന്ന് ഞാൻ പറഞ്ഞു, രണ്ട് മസല പറഞ്ഞു. മനസ്സിലായില്ല. ഒന്നൊരു ആദർശവാദി ദുനിയാവിന്റെ മറ്റെന്ത് പ്രശ്നങ്ങളും എനിക്ക് വിഷയമല്ല, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യൂല, സ്വീകരിക്കാം. അപ്പൊ ചിലപ്പോൾ വീടിയെ കൂട്ടും, ചിലപ്പോൾ അടി കൊള്ളും, ചിലപ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് ക്ഷമിക്കും. ബിലാൽ ബിൻ റബാഹിനെ പോലെ അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതനാവും. അതിലൊന്ന്. രണ്ടാമത്തത് മുക്റഹാണ്, നിർബന്ധിതനാണ്. നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് അവരോട് സ്നേഹമില്ല, നമുക്ക് അവരോട് ഇഷ്ടമില്ല, ഒന്നുമില്ല, നമുക്ക് ഇസ്ലാം തന്നെ തൗഹീദ് തന്നെ ഇഷ്ടം. പക്ഷെ ആ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടോ ആയ സാഹചര്യത്തിൽ നൽകിയാൽ ലൈസ കുഫ്റൻ, കുഫ്റാവില്ല. കാരണം തെറ്റല്ല, കാരണം ഇതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഫതഹ് മക്കയുടെ ദിവസം പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ ഈ വിഷയം രഹസ്യമാക്കുന്നു. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഇത് പരസ്യമാക്കുന്നു. അദ്ദേഹം ഒരു കത്തെഴുതുന്നു മക്കക്കാർക്ക്, ഇതാ നബിയും സഹാബാക്കളും വരുന്നുണ്ട്, എന്താ കരുതൽ സ്വീകരിച്ചോളി. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരുന്നു, ഒരു കത്തൊരു പെണ്ണിന്റെ കയ്യിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്, നിങ്ങൾ പോകുന്ന വിവരം മക്കക്കാരെ അറിഞ്ഞിട്ടുണ്ട്, അറിയിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ആ പെണ്ണ് ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ താൻ വിശ്രമിക്കുന്നുണ്ട്, ഇപ്പൊ ആൾക്കാരെ വിട്ടാൽ പോയി പിടിക്കാം. നാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സുബൈർ ബിൻ അവ്വാമിനെയും അലി ബിൻ അബീ ത്വാലിബിനെയും മിഖ്ദാദ് ബിൻ അസ്വദിനെയും, ഈ മൂന്ന് സഹാബത്തിനെയുമാണ് അയക്കുന്നത്. അത് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ പെണ്ണുണ്ട്, പിടിച്ചു, പെണ്ണവിടെ ഉണ്ട്. എത്തിയ ഉടനെ അവര് ചോദിച്ചെന്താ അറിയോ? കത്തെടുക്കുക. കാരണം ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? റസൂൽ. അത്ര ഉറപ്പാണ് സഹാബാക്കൾ. പെണ്ണൂർന്ന് എന്റെയും വരില്ല. അവര് പറഞ്ഞു ഒഴിഞ്ഞു നോക്കി. അവർ പറഞ്ഞു നിന്റെ വസ്ത്രം മൂരിയിട്ട് നമ്മൾ അവരെ ചോദിക്കും, പേടിപ്പിച്ചതാണ്. അപ്പൊ മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ആ കത്തെടുത്തിട്ട് കൊടുത്തു, പിടിച്ചുകൊണ്ടെന്നു. നോക്കുമ്പോ എഴുതാതെയോ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, ബദൽ പങ്കെടുത്ത സഹാബി. ഉമർ തന്നെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വിട്ടതാ, ആ മുനാഫിക്കിന്റെ തല ഞാൻ വെട്ടാം. കാരണം അദ്ദേഹം അസുഖക്കാരനാണ്. റസൂൽ പറഞ്ഞു, ഉമറേ, ബദൽ പങ്കെടുത്താണ്, അള്ളാഹു പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി ചോദിച്ചു ആ സഹാബിനോട്, യാ ഹാത്തിബ് മാ ഹാദാ, ഹാത്തിബേ നീ എന്തായി ചെയ്തു? ഞാൻ രഹസ്യമായി വെക്കാൻ പറഞ്ഞല്ലേ, നീ എന്തിനാ പറയുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ, ഈ പോകുന്ന ആൾക്കാർക്കെല്ലാം അവിടെ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ട്, ഇവർക്ക് സംരക്ഷണം കിട്ടും, എനിക്ക് ആരുമില്ല. ഞാൻ ഈ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, എനിക്ക് സംരക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു സഹാബത്തിനോട്, ലഖദ് സദഖക്കും, അദ്ദേഹം നിങ്ങളടുത്ത് പറഞ്ഞത് സത്യമാണ്, അല്ലാണ്ട് കുഫറിനെ ഇഷ്ടപ്പെട്ടിട്ടോ നമ്മളോട് വെറുപ്പുണ്ടായിട്ടോ പറഞ്ഞതല്ല, ഉപരിനെ തടി കാക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ് വെറുതെ. അപ്പൊ അത് വെച്ചിട്ട് ചിലപ്പം നിർബന്ധിതാവസ്ഥയിൽ ചെയ്താൽ കുഫർ എന്ന് പറയാൻ പറ്റൂല. ഇൻഷാ അള്ളാഹ് വരുന്ന ഞായറാഴ്ച ഞാൻ ഉംറക്ക് പോവാം. അത് ചാൻസ് ഇങ്ങോട്ട് കിട്ടിയതാണ്. ഒരാൾ വിളിച്ചിട്ട് ഉസ്താദ് ഉംറക്ക് പോകാൻ താല്പര്യമുണ്ടോ? 25 ആളുണ്ട്. അവിടെ എന്ത് ചോദ്യമായി, കോഴിക്കോട്ടേക്ക് പോകണ സ്ഥലം ചോദിക്കുന്നു, മക്കത്തേക്കല്ലേ, 12-ാം തീയതി പോകും, 2 ആഴ്ച ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് തീർച്ചയായിട്ടും നിങ്ങളെന്ത് വായിച്ചു ഇൻഷാ അള്ളാഹ് 25-നും പറ്റും. ഇൻഷാ അള്ളാഹ് 2 ആഴ്ച ഉണ്ടാവില്ല.